ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഒരു റേ ഓഫ് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ബെൻസ് എവേ ഫ്രം ദി നോർമൽ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്താൽ അതേപോലെ തന്നെ അതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 90 ഡിഗ്രി. അതായത് ആ കണ്ടീഷനിൽ റിഫ്രാക്റ്റഡ് റേ ട്രാവൽസ് അലോങ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ. ആ റിഫ്രാക്റ്റഡ് റേ അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു പർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി മാറും. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് ഒന്നുകൂടി പറയാം, ഒരു റേ ഓഫ് ലൈറ്റ് when a ray of light passes from a denser medium to rarer medium, it bends away from the normal. As angle of incidence increases, angle of refraction also increases. For a particular angle of incidence, angle of refraction will be 90 degree. That means refracted ray travels along the surface of separation. That angle of incidence is known as critical angle. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇനി വീണ്ടും ഇൻക്രീസ് ചെയ്താൽ, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഇൻക്രീസ് ആയിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നാൽ ദാറ്റ് റേ ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം സർഫസ്. അതായത് ആ റിഫ്രാക്റ്റഡ് റേ അതേ സർഫസിലേക്ക് തന്നെ ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക്. ഈ ഫിനോമിനൻ പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നെക്സ്റ്റ്, കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. Second one is angle of incidence should be greater than the critical angle. Angle of incidence critical angle-നേക്കാളും കൂടിയാൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. നെക്സ്റ്റ് ഇസ് റിലേഷൻ ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വി നോ sin I by sin R is equal to N2 by N1. ഇവിടെ N2 എന്ന് പറയുന്നത് എയർ ആണ്. ദാറ്റ് മീൻസ് N2 is equal to 1. അപ്പോൾ നമുക്കിവിടെ sin C by sin 90 is equal to 1 by N എന്ന് കൊടുക്കാം. sin Rന് പകരം sin 90 കൊടുത്തു. അതായത് sin I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളുടെ കണ്ടീഷനിലെടുത്താൽ I is equal to C എന്ന് കൊടുക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദാറ്റ് ടൈം വിൽ ബി 90 ഡിഗ്രി. sin Rന് പകരം equal to 1 by N. That equation will become N is equal to 1 by sin C. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ C ആൻഡ് N എന്ന് പറയുന്നത് N is equal to 1 by sin C. ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. ഡയമണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഡയമണ്ടിന് നല്ല തിളക്കം ഉണ്ടാവും. അതിൻ്റെ എല്ലാ ഫേസസും നല്ല തിളക്കമുള്ളതായിരിക്കും. അപ്പം അതെങ്ങനെയായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അത്? ഈ ഡയമണ്ടിൻ്റെ ഫേസസ് കട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ ചെറുതായിരിക്കുന്ന രീതിയിലായിരിക്കും. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ 24 എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ ഫേസസ് കട്ട് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിൻ്റെ വളരെ വലുതാണ്. അതായത് 2.5 ആണ് വരിക. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേ ഓഫ് ലൈറ്റ് ഡയമണ്ടിൻ്റെ ഒരു ഫേസിൽ കൂടി കടക്കുമ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 24 ആണെങ്കിൽ ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലിയൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഈ ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് പതിച്ചാൽ ദാറ്റ് റേ വിൽ ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം സർഫസ്. അവിടെ ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക്, അപ്പോൾ അടുത്ത ഫേസിൽ പോയി തട്ടും. അങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്കും അതിൽ. അപ്പോൾ ദീസ് റേസ് കം ഔട്ട് ഫ്രം 1 or 2 ഫേസസ്. അതായത് ഈ റേസ് എല്ലാം പല ഫേസിൽ കൂടിയായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ ആ ഫേസസ് എല്ലാം തിളങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
നെക്സ്റ്റ് ഇസ് മിറാഷ്. മിറാഷ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. നമുക്ക് ഹോട്ട് സമ്മർ ഡേയ്സിൽ സാൻഡുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ലെയർ ഓഫ് എയർ ഹോട്ടർ ആയിരിക്കും, അതുകൊണ്ട് റയറർ ആയിരിക്കും. പക്ഷേ അപ്പർ ലെയേഴ്സ് കമ്പാരിറ്റീവ്ലി കൂളറായിരിക്കും, അതുകൊണ്ട് ഡെൻസർ മീഡിയം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ട്രീയുടെ ഇമേജാണ് നമ്മൾ കാണണമെന്ന് വിചാരിക്കുക. ഒരു ട്രീനെ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന റേസ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കണം, എന്നാലേ നമ്മൾ അതിനെ കാണുള്ളൂ അല്ലേ. അപ്പോൾ ദാറ്റ് റേ വിൽ കം ഫ്രം ഡെൻസർ മീഡിയം ടു ദി റയറർ മീഡിയം അല്ലേ. മുകളിൽ നിന്ന് താഴത്തേക്ക് ആ റേ ഓഫ് ലൈറ്റ് വരുമ്പോൾ, ഫിഗറിലേക്ക് നോക്കിക്കേ, മുകളിൽ നിന്ന് താഴേക്ക് ആ റേ ഓഫ് ലൈറ്റ് വരുമ്പോൾ, മുകളിൽ നിന്ന് താഴേക്ക് ആ റേ ഓഫ് ലൈറ്റ് വരുമ്പോൾ റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റയറർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദി നോർമലിൽ നിന്ന് എവേ ദൂരേക്കാണ് ബെൻഡ് ചെയ്യുക. അങ്ങനെ ബെൻഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ക്രിട്ടിക്കൽ ആംഗിൾ എത്തുമ്പോൾ അതിലും കൂടുതൽ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരണമെങ്കിൽ ദാറ്റ് റേ വിൽ ബി ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം സർഫസ്. തിരിച്ച് അതേപോലെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ആ വസ്തുവിനെ കാണുന്നത് ഇതിൽ നിന്നുള്ള റേ പുറകിലേക്ക് വരച്ചാൽ അതിൻ്റെ വെർച്വൽ ഇമേജ് കിട്ടും. ആ വെർച്വൽ ഇമേജാണ് നമ്മൾ കാണുന്നത്. അതായത് വെർച്വൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും നമ്മൾ കാണുന്നത്. ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷനെയാണ് മിറാഷ് എന്ന് പറയുക. നെക്സ്റ്റ് ഇസ് ടോട്ടൽ റിഫ്ലക്ഷൻ പ്രിസംസ്. റൈറ്റ് ആംഗിൾഡ് ഐസോസെലസ് പ്രിസമാണ് ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് ഇസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇപ്പോൾ ഈ പ്രിസത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് 1.5 ആണ്. അതേപോലെ ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് 42 ഡിഗ്രി. അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ട് ആംഗിളിൽ വന്ന് പതിച്ചാൽ ദാറ്റ് റേ അണ്ടർഗോസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ അത് ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി സെയിം സർഫസ്. അപ്പോൾ അത് ഈ ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ, ഈ ഫേസിൽ കൂടി വരുമ്പോൾ അത് അവിടെ വന്ന് പതിച്ച് റിഫ്ലക്റ്റ് ചെയ്തു, അത് അടുത്ത ഫേസിൽ വന്ന് പതിച്ചിട്ട് ഈ പുറത്തേക്ക് ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക്. അപ്പോൾ ദ റേ ഈസ് ടേൺ ത്രൂ 180 ഡിഗ്രി. അടുത്ത ഫിഗറിൽ നോക്കിയാൽ റേ ഈസ് ടേൺ ത്രൂ 90 ഡിഗ്രി. എങ്ങനെയാണത്? ഈ ഫേസിൽ കൂടി വന്ന് പതിക്കുമ്പോൾ ദാറ്റ് ഈസ് ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി സെയിം സർഫസ്. അപ്പോൾ റേ 90 ഡിഗ്രിയിൽ ടേൺ ചെയ്തു. ഇനി ഇമേജ് ഇൻവേർട്ടഡ് വിത്തൗട്ട് ഡീവിയേഷന് വേണ്ടി നമ്മൾ ഈ ഫേസിൽ കൂടി റേ വന്നാൽ അത് റിഫ്ലക്റ്റഡ് ടു ദ ബേസിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ഫേസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ട് കിട്ടുന്നു, ഡീവിയേഷൻ ഇല്ലാതെ. ഇതാണ് ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ്. നെക്സ്റ്റ് വൺ ഇസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്, അതായത് OFC, consists of a number of long fibers made of glass or quartz. ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സ് മെറ്റീരിയൽ കൊണ്ടാണ് ലോങ് ഫൈബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.7 ആയിരിക്കും. ഇനി ദേ ആർ കോട്ടഡ് വിത്ത് എ ലെയർ ഓഫ് മെറ്റീരിയൽ ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള, അതായത് N=1.5 ഉള്ള ഒരു മെറ്റീരിയൽ ഒരു ലെയർ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേ ഓഫ് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് വന്ന് പതിക്കും. അതായത് ഫസ്റ്റ് ആ റേ ഓഫ് ലൈറ്റ് ശ്രദ്ധിക്കുക, അത് അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിളിലും കൂടുതലാവുമ്പോൾ ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം സർഫസ്. അപ്പോൾ അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്ന് പുറത്തേക്ക് വരും. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മൂലം a ray of light can travel through the optical fiber without any appreciable loss of energy. എനർജി ലോസ് ഇല്ലാതെ ഇത് ട്രാവൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അതിൻ്റെ യൂസസ് ആണ്. ഇത് യൂസ്ഡ് ആസ് ലൈറ്റ് പൈപ്പ് ഇൻ മെഡിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഡയഗ്നോസിസ്. ലൈറ്റ് പൈപ്പായിട്ട് മെഡിക്കൽ ഫീൽഡിലും ഒപ്റ്റിക്കൽ ഡയഗ്നോസിസിലൊക്കെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടി, ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കും. യൂസ് ടു ക്യാരി ടെലിഫോൺ, ടെലിവിഷൻ ആൻഡ് കമ്പ്യൂട്ടർ സിഗ്നൽസ് ആസ് പൾസസ് ഓഫ് ലൈറ്റ് ആയിട്ട് ടെലിഫോൺ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ സിഗ്നൽസ് പാസ് ചെയ്യാൻ ഉപയോഗിക്കും.
നെക്സ്റ്റ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വിച്ച് ആർ കൺവേർട്ടഡ് ഇൻറ്റു ലൈറ്റ് സിഗ്നൽസ്. അതായത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ലൈറ്റ് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും.